തിങ്കളാഴ്ച ദിവസം, പ്രത്യേകിച്ച് മാർച്ച് മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആഴ്ചയിൽ അതിൻ്റെ ആരംഭ സമയങ്ങളിൽ നമ്മളായിരിക്കുന്നു. ഈ മാർച്ച് മാസം ദൈവം നമുക്ക് നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു. കർത്താവിൻ്റെ ചിറകിൻ കീഴെ നമ്മൾ ഭദ്രമായിരുന്നു. അത്യുന്നതൻ്റെ മറവിലും സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴെയും നമ്മൾ സുരക്ഷിതരായിരുന്നു. ഈ മാസം വാഗ്ദത്ത നിവർത്തികളുടെ മാസമെന്നാണ് ഞങ്ങൾ ചർച്ചിൽ പേരിട്ടത്. നമ്മൾ പേരിട്ട് വിളിക്കുന്നത് പോലെ നടക്കും. അബ്രഹാം എന്ന് പേരിട്ടപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്താണ്. അതുപോലെ അവൻ ബഹുജാതികൾക്ക് പിതാവായി. സാറ രാജകുമാരി എന്ന അർത്ഥമാണ്. ആ പേര് വിളിച്ചപ്പോൾ അവൾ അതുപോലെ അവളിൽ നിന്ന് രാജാക്കന്മാർ വെളിയിൽ വന്നു. നാമാണ് തീരുമാനിക്കുന്നത്. വരുന്ന മാസത്തിൽ നമ്മൾ എന്ത് പേർ വിളിക്കുന്നുവോ അതുപോലെ സംഭവിക്കും. ഓരോ ദിവസത്തിനും നമുക്ക് ഓരോ പേരിട്ട് വിളിക്കാൻ കഴിയും. നമ്മുടെ സാഹചര്യങ്ങൾക്കെല്ലാം നമ്മൾ പേരിടണം. നമ്മളെ ഓരോ കാര്യങ്ങൾക്കും പേരിടണം. ചർച്ചിലെ ഓരോ ഹാളിനും, പ്രൈസ് ജനറേഷൻ്റെ ഓരോ ഹാളിനും ഓരോ പേരുണ്ട്. പ്രാർത്ഥനാ മുറിയെ മാളിക മുറിയെന്നും, പിന്നെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം അതിന് ബേത്ത്ലേഹേം ഹാളെന്നും, ഓരോന്നിനും പ്രത്യേകം പേരിട്ട് ആണ് വിളിക്കുന്നത്. നമ്മുടെ വീട്ടിലും ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ വിശ്വാസത്താൽ എന്ത് പേരിടുന്നുവോ അതങ്ങനെ തന്നെ. ആദാം ഇട്ടതൊക്കെയും അവർക്ക് പേരായിരുന്നു. അതിൻ്റെ അർത്ഥം ആ അർത്ഥത്തിൽ അവർ വന്നു. ഒരു പേരിനൊരു അർത്ഥമുണ്ട്. ഒരു സിനിമ, അതിൻ്റെ പേരിൽ അതിൻ്റെ അർത്ഥം മുഴുവൻ നമുക്ക് ലഭിക്കും. ചില സിനിമയും പേരും തമ്മിൽ യാതൊരു അർത്ഥം ഉണ്ടാകില്ല, എങ്കിലും ആ പേരിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞാലും ചിലപ്പോൾ പേര് കിട്ടിയില്ലെന്നിരിക്കും. എന്നാൽ ചില പേരിൽ നിന്നായിരിക്കും ഒരു കഥ തന്നെ ഉണ്ടായി വരുന്നത്. ഏതായാലും പേരിന് വളരെയധികം അർത്ഥമുണ്ട്. ഈ മാസം വാഗ്ദത്ത നിവർത്തികളുടെ മാസമെന്ന് പേരിട്ടെങ്കിൽ ഈ ആഴ്ച കൊണ്ട് അനേക വാഗ്ദത്തങ്ങൾ നിവർത്തിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് പ്രഖ്യാപിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഞാനതിനെ വിളിച്ചു വരുത്തുന്നു. അവസാന നിമിഷങ്ങളിലും ദൈവപ്രവർത്തികൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെറും 6 ദിവസം കൊണ്ടാണ് ഈ കാണുന്ന ഭൂമി മനോഹരമായി, ആകാശവും ഭൂമിയും മനോഹരമാക്കപ്പെട്ടത്. അതുകൊണ്ട് ഏറ്റവും ഒടുവിലത്തെ ഈ ആഴ്ച കൊണ്ട് നമ്മുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം രൂപപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. ചേർന്ന് പാടി യേശു കർത്താവിനെ ആരാധിക്കാം. ക്രൂശിതനേ, മഹോന്നതനേ, നിത്യനായോനേ, ഞാൻ നമിക്കുമേ. ഞാനാകുന്നവൻ, ഞാനാകുന്നവനെ ഞാൻ സ്തുതിക്കുമേ. യേശുവിനെ നിൻ സാമീപ്യം യേശുനാഥാ, എന്നിൽ ജീവശ്വാസം നൽകും ദേവാ. ധന്യം നിന്നെ ധ്യാനിക്കുന്നീ നേരം യേശുവേ. നായക യേശുവേ, നായക. ക്രൂശിതനേ, മഹോന്നതനേ, നിത്യനായോനേ, ഞാൻ നമിക്കുമേ. ഞാനാകുന്നവൻ, ഞാനാകുന്നവനെ ഞാൻ സ്തുതിക്കുമേ. യേശുവിനെ എന്നെ തേടി വന്ന നാഥ,
വാഴ്ത്തും. എന്റെ ദുഃഖം സർവം മായ്ക്കും ദേവാ യേശുവേ. മഹോന്നതനേ നിത്യനായോനേ ഞാൻ നമിക്കുമേ. ഞാനാകുന്നവൻ ഞാനാകുന്നവനെ ഞാൻ സ്തുതിക്കുമേ യേശുവിനെ. നിൻ വാഗ്ദത്തം നിത്യജീവൻ ഞാനും പ്രാപിക്കുവാൻ എന്നെ നിന്റെ ഉള്ളം കയ്യിൽ കാക്കും ആത്മനാഥ യേശുവേ. എന്നെ തേടി വന്ന നാഥാ ഞാൻ എല്ലാ നാളും നിന്നെ വാഴ്ത്തും. എന്റെ ദുഃഖം സർവം മായ്ക്കും ദേവാ യേശുവേ. യേശുവേ നായക എന്നെ തേടി വന്നവനെ യേശുവേ നായക വിശ്വാസത്തിന്റെ നായകനെ യേശുവേ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നമുക്ക് തുടരാം. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈ ഇടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ആണിപ്പഴുതിൽ വിരലിടണം, വിലാപ്പുറത്ത് കയ്യുമിടണം, എന്നാലേ ഞാൻ വിശ്വസിക്കും. ആണിപ്പഴുതിലും വിലാപ്പുറത്തും വിരലിടുക എന്നല്ല, വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി, അതുകൊണ്ട് അവിടെ വലിയ ദ്വാരമാണ്, എനിക്ക് അതിനകത്ത് കൈയിടണം. കയ്യിൽ കൈപ്പത്തിയിൽ ആണി കൊണ്ട് അടിച്ചത് ചെറിയ ദ്വാരമാണ്, എനിക്ക് വിരലിട്ടാൽ മതി, എന്നാലേ എനിക്ക് വിശ്വസിക്കാൻ കഴിയൂ. ചില കാര്യങ്ങൾ ചിലർക്ക് തെളിവ് സഹിതം കാണണം. അങ്ങനെയുള്ളവർ ശക്തരായി മാറും. ഇവരിത് കണ്ടതുകൊണ്ടാണ് ഈ ബാക്കിയുള്ള 11 പേര് വിശ്വസിച്ചത്. 10 പേരേ ഉള്ളൂ. ഒരുവൻ തൂങ്ങി മരിച്ചു, യൂദ.
10 പേർ വിശ്വസിച്ചത് യേശുവിനെ നേരിട്ട് കണ്ടു. അവിടെ നമ്മൾ കാണുന്നുണ്ട് 20-ാം വാക്യം, ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. അതിൻ്റെ അർത്ഥം വിശ്വസിച്ചിട്ടാണല്ലോ സന്തോഷിക്കുന്നത്. അതുവരെ പേടിച്ചിരിക്കുകയാണ്. അവർക്ക് സന്തോഷമായി, അവർക്ക് വിശ്വാസമായി. ഈ 10 പേരും അത് കണ്ടു വിശ്വസിച്ചു. തോമസ് കണ്ടില്ല, അതുകൊണ്ട് അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആദ്യത്തെ 10 പേർ തോമസിനേക്കാൾ വലിയ വിശ്വാസിയാണെന്നല്ല, അവർക്ക് അത് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് അവർ വിശ്വസിച്ചു. നമ്മൾ തോമസിനെ കുറേ കുറ്റം പറഞ്ഞതാണ്. വാസ്തവത്തിൽ തോമസ് കാണാതെ എങ്ങനെ വിശ്വസിക്കും? അതിനു മുമ്പുള്ള പത്രോസ് എന്ന ഒന്നാമൻ പോലും കണ്ടിട്ടാണ് വിശ്വസിച്ചത്. പത്രോസ് മീൻ പിടിക്കാൻ പോയപ്പോൾ ബാക്കിയുള്ളവരെയും കൂടി പിന്മാറ്റത്തിൽ കൊണ്ടുപോയതാണ് നമ്മൾ കാണുന്നത്. ഇനിയുള്ള അധ്യായങ്ങളിലൊക്കെ ഈ ഒന്നാമൻ എന്ന് പറയുന്ന പത്രോസ് പിന്മാറ്റത്തിൽ പോയതാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം അവിടെ നമ്മൾ കാണുന്നു. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് നിലനിർത്തുക എന്നുള്ളത് ശ്രമകരമായ നിരന്തരമായ ബൈബിൾ വായനയുടെയും പ്രാർത്ഥനയുടെയും ഫലമായിരിക്കും. വിശ്വാസം എന്നുള്ളത് നിലനിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കാണാത്ത കാര്യങ്ങളിൽ ഉറച്ച് വിശ്വസിച്ച് ഉറച്ചു നിൽക്കണം. തങ്ങളുടെ ദൈവത്തെ അറിയണം. അറിയുന്ന ജനത്തിനെ ഉറച്ചു നിൽക്കാൻ കഴിയും. ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നു, അറിയുന്ന ജനം. ദൈവത്തെ നന്നായിട്ട് അറിയണം. എപ്പോഴും ദൈവവചനം വായിക്കുകയും ആത്മീക കൂട്ടായ്മകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയൂ. ഇവിടെ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. ഈ 10 പേരുടെ കൂടെ തോമസ് ഉണ്ടായിരുന്നില്ല. തോമസ് ഉണ്ടായിരുന്നെങ്കിൽ അവന് വിശ്വസിക്കാമായിരുന്നു. അതിൻ്റെ അർത്ഥം കൂട്ടായ്മ മുടക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ പലപ്പോഴും വിശ്വാസത്തിൽ വൈകലുകൾ ഉണ്ടാകും. തോമസ് എന്തുകൊണ്ട് അന്ന് ഉണ്ടായിരുന്നില്ല? കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചവരല്ലേ. തോമസ് അവിടെ പോയി. അന്ന് ആ കൂട്ടത്തിൽ തോമസ് അവിടെ ഉണ്ടാകണമായിരുന്നു. എന്നാൽ തോമസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, കർത്താവിനെ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതുകളിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞു. അവരെ ഇറങ്ങിത്തിരിച്ച എന്താണ്? യേശുവിനെ വിശ്വസിച്ചാണ്. യേശുവിനെ വിശ്വസിച്ചവരും യേശുവിനെ അംഗീകരിച്ചവരും യേശുവിന് വേണ്ടി മരിക്കാൻ ഇറങ്ങിത്തിരിച്ചവരും ആയ കൂട്ടമാണ് ഈ പറയുന്നത്. അതായത് വിശ്വാസം വളർത്തിയെടുക്കണം, വിശ്വാസം നിലനിർത്തണം. ഈ ലോകത്തിലെ ജീവിതത്തെ അതിജീവിക്കണമെങ്കിൽ, ഈ ലോകത്തിൻ്റെ നിയമങ്ങളെ, അതായത് ഈ ലോകത്തിലാണ് ജീവിതമെന്ന് പറയുന്ന നിയമങ്ങൾക്കപ്പുറമുള്ള ഒരു ദൈവിക നിയമങ്ങളിൽ ആശ്രയിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. 26-ാം വാക്യം, 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തുകൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഏതോ ഒരു അത്യാവശ്യത്തിന് തോമസ് അന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 8 ദിവസം അവൻ്റെ വിശ്വാസം ജീവിച്ചില്ല. എന്നാൽ വീണ്ടും 8 ദിവസം കഴിഞ്ഞപ്പോൾ വാതിലടച്ചിരിക്കെ യേശു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ തോമാസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. വിരൽ നീട്ടി കൈകളിലേക്കിടുക, കൈ നീട്ടി വിലാപ്പുറത്തേക്കിടുക.
നീ പറഞ്ഞതുപോലെ. അതായത് യേശു അവിടെ ഇല്ല. ആ സമയത്താണ് തോമസ് അത് പറഞ്ഞത്. എന്നാൽ യേശു അത് കേട്ടിരുന്നു. ഇതുപോലെയാണ് ഇന്ന് യേശു നമ്മുടെ മുൻപിൽ നമ്മൾ കാണുന്നില്ല, എങ്കിലും നമ്മൾ പറയുന്നത് അതുപോലെ കർത്താവിനറിയാം. തോമസ് പറഞ്ഞത്, എനിക്ക് വിരൽ കൊണ്ട് ആ കൈയുടെ മുറിവിലൂടെ വിരലിടണം, എൻ്റെ കൈ ആ വലിയ കുന്തം കൊണ്ട് കുത്തിയ വിലാപ്പുറത്ത് കൈയിടണം. നെഞ്ചും കൂടിനകത്തോട്ട് തോമസിന് കൈയിടണം. യേശു ചെന്നിട്ട് പറഞ്ഞു, നീ അത് ആദ്യം ചെയ്യ. യേശു വന്നിട്ട് ആദ്യം തോമസിനെ വിളിക്കുന്നത്, നീ അത് ചെയ്യുക. അതിൻ്റെ അർത്ഥം യേശുവിനെ നമ്മെ കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിക്കുക എന്നുള്ളത് യേശുവിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ ദിവസം കഴിയും തോറും നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നമ്മളെ തന്നെ പരീക്ഷിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. വിശ്വാസം, അതായത് റോമാലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമാണ്. അപ്പോൾ ലോകം മുഴുവൻ അറിയുന്ന ഒരു വിശ്വാസം റോമ സഭയ്ക്കകത്തുണ്ടായിരുന്നു. അവരതുപോലെയായിരുന്നു അവരുടെ ചുവടുകൾ വെച്ചത്. വിശ്വാസത്തിനനുസരിച്ച് മാത്രമേ നമ്മുടെ ചുവടുകൾ വയ്ക്കാൻ കഴിയൂ. അപ്പോൾ വിശ്വാസം സജീവമാക്കണം. യേശു വീണ്ടും വന്നിട്ട് തോമസിൻ്റെ നേരെ തിരിഞ്ഞ് അവൻ്റെ വിശ്വാസത്തെ സജീവമാക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. തോമസേ, വിശ്വസിക്കുക, നീ അത് വിശ്വസിക്കുക. 28-ാം വാക്യം, തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ തോമസ് യേശുവിനെ കർത്താവും ക്രിസ്തുവുമായി ഏറ്റുപറയുന്നതാണ് നമ്മളവിടെ കാണുന്നത്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. യേശു ജീവിച്ചിരുന്ന കാലത്ത് തോമസ് പറഞ്ഞത് മുഴുവനും ഗുരുവേ അല്ലെങ്കിൽ കർത്താവേ, ഇത്രയേ ഉള്ളൂ. എന്നാൽ ഇവിടെ പറയുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. യേശുവിനെ ദൈവമായി തോമസ് അന്ന് ഏറ്റുപറയുകയാണ്. യേശുവിനെ സാക്ഷാൽ ദൈവമായി വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരു വലിയ ജയത്തിലേക്ക് വരികയാണ്. തോമസിൻ്റെ ജീവിതം അന്നു മുതലാണ് തിരിയുന്നത്. അവൻ്റെ ബുദ്ധിയുടെ പ്രവർത്തികൾക്ക് അപ്പുറം അവൻ്റെ വിശ്വാസം സജീവമായത് യേശു അന്ന് അവരുടെ നടുവിൽ കതകടച്ചിരിക്കുമ്പോൾ വന്നതുകൊണ്ടാണ്. വലിയ ദൈവപ്രവർത്തികൾ കാണാതെ ചിലർക്ക് വലിയ വിശ്വാസം ഉണ്ടാകത്തില്ല. ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവർത്തികൾ നമ്മുടെ നടുവിൽ നടക്കുവാൻ, കർത്താവ് അത് ചെയ്യുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ചിലർക്ക് ചിലത് കാണണം. ബൈബിളിലുള്ളത് മാത്രം കൊണ്ട് പലർക്കും വിശ്വാസം ഉണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പ്രതിസന്ധികളിൽ കർത്താവിൻ്റെ കരം കാണുമ്പോഴാണ്, അതായത് യേശുവിൻ്റെ കൈ ചലിക്കുന്നത് കാണണം, ആ വിഷയത്തിൽ യേശുവിൻ്റെ വിരൽ നീളുന്നത് കാണണം. അതായത് മറുപടി കാണാതെ പലർക്കും വിശ്വസിക്കാൻ കഴിയില്ല. ജനങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്തണമെങ്കിൽ ദൈവപ്രവർത്തികൾ വേണം. ഇതാ യേശു കതകടച്ചിരിക്കുക അവരുടെ നടുവിൽ വന്നു. ഒരിക്കലും കഴിയാത്ത കാര്യം, ഒരിക്കലും നടക്കാത്ത കാര്യം അവരുടെ ഇടയിൽ നടന്നു. യേശു ഒരു ശരീരത്തിൽ, മരിച്ചുപോയ ശരീരത്തിൽ വീണ്ടും തിരിച്ചു വന്ന് കാണിച്ചു കൊടുത്തു. ഭൂതങ്ങൾക്ക് അസ്ഥിയും മാംസവും ഇല്ലല്ലോ എന്ന് യേശു പറഞ്ഞു. ഇതാ നിങ്ങൾ കാണും, ഞാൻ തന്നെ. യേശുവിന് തെളിയിക്കണം, ഞാൻ ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളതാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയെന്നുള്ളതല്ല, യേശു ഇന്ന് നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തെ സജീവമാക്കും. അല്ലെങ്കിൽ വാനഗോളങ്ങൾക്കപ്പുറം സ്വർഗത്തിൽ എവിടെയോ ഇരിക്കുന്ന മറഞ്ഞുപോയ ഒരു യേശുവാണ് യേശുവെന്ന് നാം വിചാരിച്ചാൽ നമ്മുടെ വിശ്വാസം സജീവമാകില്ല. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നു അതിൻ്റെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കാൻ അതിന് വിശ്വാസം ആവശ്യമാണ്. ഇവിടെ യേശു ഉണ്ട്. ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥന യേശു ഉള്ളത് കൊണ്ടാണ് നടക്കുന്നത്. ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥന എത്ര വർഷങ്ങളായി തുടങ്ങിയിട്ട്. 1 രൂപ കയ്യിലില്ലാത്തപ്പോഴും
സാങ്കേതിക സൗകര്യങ്ങളില്ലാത്തപ്പോഴും ഇത് നടത്തുന്നതിൻ്റെ കാരണം ഇത് യേശുവിൻ്റെ പരിപാടിയാണ്. ഇത് നടക്കുമെന്നുള്ളൊരു ഉറപ്പാണ്. ദൈവകൃപയാൽ ഇന്ന് വരെ അതങ്ങനെ തന്നെ തുടരുന്നു. യേശു തുടങ്ങി വെച്ചത് അത് യേശു തന്നെ പൂർത്തിയാക്കും. നിങ്ങൾ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഫിലിപ്പി ലേഖനം 1:4 പോലെ തന്നെ ആരംഭിച്ചവൻ പൂർത്തിയാക്കും. അതൊരു വലിയ വിശ്വാസമാണ്. ഇത് കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് ഈ പ്രോഗ്രാമിൽ ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിയാണ്. നമുക്ക് അത്ഭുതങ്ങൾ കാണണം, നമ്മുടെ വീടുകളിൽ വിടുതലുകൾ കാണണം, തലമുറകളുടെ വിടുതൽ കാണണം, കുഞ്ഞുങ്ങളുടെ വലിയ ഭാവി കാണണം, സാമ്പത്തികമായ ഉന്നമനങ്ങൾ കാണണം, കടക്കണിയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത് കാണണം. നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്ന നമ്മൾ തന്നെ കണ്ടിട്ട് ദൈവത്തിന് വലിയ മഹത്വം കൊടുക്കണം. അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നടക്കുമ്പോൾ നമുക്കുറപ്പാണ് യേശു നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചു എന്ന് മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം ഏറ്റൊടുവിലത്തെ 3 വാക്യങ്ങളിൽ കാണും. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും. അത്ഭുതങ്ങൾ വേണം, അടയാളങ്ങൾ വേണം, വീര്യപ്രവർത്തികൾ വേണം. വചനം ഉറച്ച് നാം വിശ്വസിക്കണമെങ്കിൽ വചനത്തെ ഉറപ്പിക്കുകയാണ്. ഈ പറഞ്ഞ സത്യമാണെന്ന് തെളിയിക്കുവാൻ അത്ഭുതങ്ങൾ നടക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇത് കേൾക്കുന്ന പല വീടുകളിൽ കടക്കെണികളിൽ നിന്നവർ പുറത്തു വരട്ടെ, ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വരട്ടെ, രോഗങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം അവരുടെ ശരീരങ്ങളിൽ ഉണ്ടാകും. അസ്ഥികളിൽ സൗഖ്യമുണ്ടാകും, നട്ടെല്ലിൽ സൗഖ്യമുണ്ടാകും, ലിവർ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകും, മാനസിക അസ്വസ്ഥതകൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, തകർന്ന കുടുംബം എന്ന അവസ്ഥയിൽ നിന്ന് ജനം പുറത്തു വരട്ടെ. അനുഗ്രഹിക്കും. സകല വിഷയത്തിനും പരിഹാരം യേശുവിലാണെന്ന് ജനം തിരിച്ചറിയും. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൽ ഉറച്ചു നിൽക്കാം, വീര്യം പ്രവർത്തിക്കാം. യേശു കൂടെയുണ്ട്. ധൈര്യപ്പെടുക. നമുക്ക് നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കൂടാം. ആമേൻ.